ലോകരാജ്യങ്ങളിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ദൈവം? മീൻസ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ചോദ്യമുണ്ട്, എന്താണ് ദൈവം? ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത എന്ന് ഭൂരിപക്ഷം പേർക്കുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ആത്മീയ നോളജ് വെച്ചിട്ട് അത്രയേറെ പഠിച്ച് കൺഫേം ചെയ്തിട്ടാണ് കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നത് കേട്ടോ. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് ദൈവം. മേ ബി പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം ആണ് ബ്രദറിന് മെസ്സേജ് ഇടുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യം പഠിച്ചിട്ട് എക്സ്പീരിയൻസ് അതിനിപ്പോൾ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒക്കെ നമ്മുടെ കഴിവുകളല്ല എന്ന് എനിക്ക് ബോധ്യമായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ലോകരാജ്യങ്ങളിലുള്ള എല്ലാ സഹോദരന്മാർക്ക് വേണ്ടിയിട്ടും അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ സന്ദേശം സമർപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ദൈവം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. എന്താണ് ദൈവം എന്ന ചോദ്യത്തിന് ഒരേ ആൻസർ മാത്രമേ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൂ. ആ ആൻസർ ആണ് എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് മക്കൾക്ക് എന്നെ ശ്രമിക്കുന്ന 90% പേർക്കും എന്താണ് ദൈവം എന്ന് അറിയാം. പക്ഷെ അവർ ഹൃദയം തൊട്ട് പറയത്തില്ല, ഓപ്പണായിട്ട് പറയത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ ധൈര്യത്തോടു കൂടിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ പറയാൻ പഠിക്കണം എന്താണ് ദൈവം എന്നതിനെ കുറിച്ച്. അത് ആവശ്യമാണ്. കാരണം അത് നമ്മൾ അറിയില്ലെങ്കിൽ, അത് നമ്മൾ പറയുന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു എന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ ഞാൻ ഒന്ന് പറയുന്നു, എന്താണ് ദൈവം എന്നതിൻ്റെ ആൻസർ ദൈവം സ്നേഹമാകുന്നു. ഇതാണ് റിയാലിറ്റി. എന്താണ് ദൈവം? എല്ലാവരും ഹൃദയം തൊട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാകും. കാരണം നിങ്ങളെ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളായിട്ടാണ് എല്ലാവരെയും കാണുന്നത്. മീൻസ് റീച്ച് കിട്ടാനോ പബ്ലിസിറ്റിക്കോ മറ്റു കാര്യത്തിനോ ഒന്നുമല്ല. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ഒരാവശ്യം ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്കില്ല. ദൈവം നമുക്ക് ആവശ്യമുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം എല്ലാം വളരെ നല്ല രീതിയിൽ തന്നനുഗ്രഹിച്ചിട്ടുണ്ട്. എന്താ ഉള്ളത്? അതിൽ 100% സംതൃപ്തനാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ശ്രമിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നു. ആ സന്തോഷമാണ് ഞാൻ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ആത്മീയ നോളജിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണ് ഈ ബ്രദറിൻ്റെ പ്രോഗ്രാം. ബ്രദർ ഇപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായതേ ഉള്ളൂ. ആദ്യം പല കാര്യങ്ങൾ നോക്കി അതിലൊന്നും ഒരു നന്മയോ ഒരു നല്ല കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് എന്ന് എനിക്ക് തോന്നി. പിന്നീട് എനിക്ക് തോന്നി, വേണ്ട, ദൈവം നമുക്ക് തരുന്നത് എന്താ? അതിൽ 100% സന്തോഷവാനായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക, അധ്വാനിക്കുക. അതുപോലെ തന്നെ ദൈവത്തെ അറിയാത്ത മക്കൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുക എന്നതാണ് റെസ്പോൺസിബിലിറ്റി. പാരിതോഷികമോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. അതെല്ലാം തക്ക സമയത്ത് ദൈവം ഒരുക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് ദൈവം? നിങ്ങളെല്ലാവരും പറയുക. ഹൃദയം തൊട്ട് ബ്രദർ പറയുമ്പോൾ നിങ്ങളും ഒന്ന് പറയുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് അപ്രോച്ചായിട്ട് വരും. ഒരു വലിയൊരു മാറ്റത്തിലേക്കുള്ള യാത്രയായിരിക്കും. അപ്പോൾ ഈ സന്ദേശം ഞാനൊരു റിക്വസ്റ്റ് വെക്കണം. ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ക്ഷമയോടുകൂടി കാണാനുള്ള ഒരു മനസ്സ് എല്ലാവരും കണ്ടെത്തണം. അതൊരു റിക്വസ്റ്റാണ്. ദൈവത്തിൻ്റെ നാമത്തിലാണ് റിക്വസ്റ്റ് വെക്കുന്നത്. കാരണം നമ്മുടെ നയിക്കുന്ന ആ ദൈവമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. നമ്മളൊരു ഉപകരണമായിട്ട് ജസ്റ്റ് സഞ്ചരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ദൈവം എന്താണ്? ദൈവം
ഡെഫിനിഷൻ ദൈവം സ്നേഹമാകുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രധാന രൂപം, ഭാവം, പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണ് ദൈവം എന്നത് നിങ്ങൾക്കറിയാം. ദൈവം സ്നേഹമാകുന്നു. അതുപോലെ ദൈവത്തിൻ്റെ സിസ്റ്റം, പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും അധിപനാകുന്നു ദൈവം. എന്താണ് ദൈവം? പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും അധിപൻ. എന്താണ് പ്രപഞ്ചം? പ്രപഞ്ചം എന്ന് പറയുന്നത് അറിയാലോ, എല്ലാം ചേർന്നതാണ് പ്രപഞ്ചം. ഭൂമി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഭൂമി, അല്ലേ? പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്. നിങ്ങൾ ഒന്നുകൂടി പറയണം. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി ഹൃദയത്തിലേക്ക് പതിയാൻ വേണ്ടിയിട്ടാണ്. പ്രപഞ്ചം, ഭൂമി, സ്വർഗം, ഇത് മൂന്നിനും വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? പ്രപഞ്ചം ഒന്ന് ദർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങൾക്കോ എനിക്കോ സാധിച്ചിട്ടില്ല. ഭൂമി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുകയില്ല, എനിക്കും. സ്വർഗം നിങ്ങളാരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോഴെല്ലാം 100% സത്യസന്ധമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മേ ബി എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരനായിട്ട് കണ്ട് അത് സീരിയസ് ആയിട്ട് എടുക്കാതെ പോവുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രപഞ്ചം എന്താണ്? ദൈവം പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും അധിപൻ. അതാണ് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധികാരം. അപ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്നതാണ് ഒന്നാമത്തെ അർത്ഥം. അപ്പോൾ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. എവിടെയാണ് ദൈവം വസിക്കുന്നത്? ഈ സത്യം നിങ്ങൾ മറക്കരുത്. ഇതാണ് സത്യം. ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ, ദൈവം തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ബ്രദറെ, ദേവാലയത്തിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നത് ഒക്കെ തീർച്ചയായിട്ടും അത് നമ്മുടെ ദൗത്യം, റെസ്പോൺസിബിലിറ്റി. മീൻസ് നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് അപ്രോച്ച് നമുക്ക് ലഭിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ദൈവം വസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാകുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവസാനം ഒരു പ്രധാനപ്പെട്ട ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും. പക്ഷെ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ല. എൻ്റെ കഴിവിൽ പറ്റുന്നത് പോലെ പാട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നില്ല എന്നതായിരിക്കാം, പറ്റുന്നില്ല. അപ്പോൾ എന്തായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടുന്നതായിരിക്കും ദൈവത്തെക്കുറിച്ച്. അപ്പോൾ എല്ലാവരും ഞാൻ അതോട് പറയുന്നു, പൂർണ്ണമായിട്ടും ഒന്ന് കേൾക്കണം. അതൊരു റിക്വസ്റ്റാണ് ദൈവത്തിൻ്റെ നാമത്തിൽ. അപ്പോൾ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോലെ ദൈവം എവിടെ വസിക്കുന്നു, എന്താണ് ദൈവത്തിൻ്റെ ഡ്യൂട്ടി, എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്ന കാര്യങ്ങളെല്ലാം, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സന്ദേശത്തിലുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തെ നമുക്ക് അങ്ങനെ കുറച്ച് പറഞ്ഞു തീർക്കേണ്ടതല്ല. പറഞ്ഞാലും തീരാത്ത ഒരു കാര്യമാണ് ദൈവം. അപ്പോൾ ദൈവം മനുഷ്യന്റെ നിഗൂഢ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യനറിയാത്ത നിഗൂഢ രഹസ്യങ്ങൾ മനുഷ്യന് ദൈവം പറഞ്ഞു കൊടുക്കുന്നു. ഇത് സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ ദിവസവും അത് മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത്. എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്, സത്യമാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ആത്മാവിൽ നന്മയുണ്ട് എങ്കിൽ അവിടെ ദൈവമുണ്ട്. എന്താണ്? മനുഷ്യന്റെ ആത്മാവിൽ നന്മയുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ മനുഷ്യന്റെ എല്ലാ സത്പ്രവൃത്തിയിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്.
നമ്മളുടെ എല്ലാ നന്മയിലും, എല്ലാ കരുണയിലും, എല്ലാ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. അതുപോലെ തന്നെ ദൈവം നമുക്ക് എന്തൊക്കെ തരുന്നു, ദൈവം നമുക്ക് എന്തൊക്കെ പ്രദാനം ചെയ്യുന്നു, എന്തൊക്കെ നൽകുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എന്താണ്? ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് സ്നേഹം തരുന്നു. അതുപോലെ തന്നെ ദൈവം നമുക്ക് ആശ്വാസം നൽകുന്നു. ആശ്വാസം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനായിട്ട് ഒരു വ്യക്തി വന്നിട്ട് ആശ്വാസം തരും, സമാധാനം തരും. അതുപോലെ തന്നെ ദൈവം നമുക്ക് ആശ്വാസം തരുന്നു, ദൈവം നമുക്ക് രക്ഷ നൽകുന്നു, ദൈവം നമുക്ക് സന്തോഷം നൽകുന്നു, ദൈവം നമുക്ക് സമാധാനം നൽകുന്നു. ദൈവം ആത്മരക്ഷ നൽകുന്നു. ആപത്തിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കുന്നു. ദൈവം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. നിത്യജീവൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്. അതുപോലെ തന്നെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സന്തോഷം, സമാധാനം, ആത്മരക്ഷ, ഇതൊക്കെയാണ് നിത്യജീവന്റെ കാറ്റഗറി. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കറിയുന്ന എൻ്റെ ആത്മീയ നോളജിൽ കിട്ടുന്ന കാര്യമാണ് ബ്രദർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിരന്തരം നമ്മെ കാത്ത് പരിപാലിക്കുന്നു. അതാണ് പരിപാലനം. ദൈവത്തിൻ്റെ പരിപാലനം മനുഷ്യൻ്റെതിനേക്കാൾ എത്രയോ വിഭിന്നമാണ്. മനുഷ്യന് നമ്മളെ താൽക്കാലികമായിട്ട് മാത്രമേ സംരക്ഷിക്കാനോ പരിപാലിക്കാനോ സാധിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ ദൈവത്തിന് നമ്മളെ എന്നും എപ്പോഴും കാത്തു പരിപാലിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തോട് സ്നേഹം, ന്യായം, നീതി പുലർത്തണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട് ആരെങ്കിലും? ഇല്ല. അവസാനത്തെ സ്ഥാനമാണ് ദൈവത്തിന് കൊടുക്കുന്നത്. അപ്പോൾ പല ആളും ചോദിക്കും, കാണാത്ത ദൈവത്തിന് എന്താണ് സ്ഥാനം കൊടുക്കേണ്ടത്? പക്ഷെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ സമയത്ത് ദൈവം സഞ്ചരിക്കുന്നുണ്ട്. അത് പല വ്യക്തികൾക്കും അറിയാം, പല വ്യക്തികൾക്കും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആ ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമുക്ക് സഞ്ചരിക്കാം. എന്താണ് സ്റ്റാർട്ടിങ് ടു എൻഡ്? ഒരു ദിവസത്തെ ഏർലി മോർണിംഗ്, പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചോദിക്കും, എന്താണ് നന്ദി പറയേണ്ടത്? അന്നത്തെ പ്രഭാതം കാണാൻ അവസരം തന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. അതുപോലെ സായാഹ്നത്തിൽ രാത്രി കിടക്കാൻ നേരത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? എന്താണ് ഗുണം? നിങ്ങൾ ചിന്തിക്കണം. രാത്രി കിടക്കാൻ നേരത്ത് ദൈവത്തോട് നന്ദി പറയാനുള്ള കാര്യം, ആ പകലും ആ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ച ആ ദൈവത്തോട് അന്നത്തെ ദിവസം മുഴുവനായി നമുക്ക് സന്തോഷപ്രദമായി തന്നതിന് ദൈവത്തോട് നമ്മൾ നന്ദി പറയുക. അപ്പോൾ അത് അനുഗ്രഹത്തിലേക്കുള്ളൊരു യാത്രയായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിലും കുടുംബത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ സന്ദേശം ഞാൻ ഒരുപാട് ലോങ്ങ് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു പാട്ട് പാടാം. അപ്പോൾ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വസിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ഞാൻ പൂർണ്ണമായിട്ടും പാടില്ല, ഒരു 8 വരി ഞാനിതിലൂടെ പാടാം. പക്ഷേ എൻ്റെ സ്വരം എങ്ങനെയാണെന്ന് കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലും ദൈവം തന്നിരിക്കുന്ന സ്വരം ദൈവത്തിന് വേണ്ടി ഉള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഞാനതിൽ അഭിമാനിക്കുന്നു. പാട്ടിനാണ്, നിങ്ങളെല്ലാവരും കേട്ട പാട്ടായിരിക്കും. പറ്റുമെങ്കിൽ യൂട്യൂബിലോ മീഡിയയിലോ എവിടെയെങ്കിലും ഒന്ന് കയറിയിട്ട് ഈ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. 2-3 തവണ അത് കേൾക്കണം. കാരണം അത് അഭിഷേകത്തിലേക്കുള്ള, അനുഗ്രഹത്തിലേക്കുള്ള, ദൈവസാന്നിധ്യത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും.
ഞാനൊന്ന് പാടാം. നിങ്ങളും കൂടെ ഒന്ന് ഹൃദയത്തിൽ ഒന്ന് പാടാൻ ശ്രമിക്കണം. അത് അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥനയിൽ ഓർക്കുക. പാട്ട് ഇതാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയും എവിടെയും ഈശ്വരൻ, വിജനമായ കോവിലും ഈശ്വരൻ. ഒന്നുകൂടി പാടാം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയും ഇവിടെയും ഈശ്വരൻ, വിജനമായ കോവിലും ഈശ്വരൻ. പാട്ട് കേട്ടിട്ട് ഉറക്കം വന്നോ? ഓക്കെ, ഞാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത 4 വരി കൂടി. അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. അപ്പോൾ ദൈവം എവിടെയാണ് വസിക്കുന്നതെന്ന് ഈ പാട്ടിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് ഈ പാട്ടിൽ നിങ്ങൾക്ക് ശ്രമിക്കാൻ സാധിക്കും. ഇത് വെറുതെ എഴുതിയൊരു പാട്ടോ പാടിയ പാട്ടോ ഒന്നുമല്ല, ഇതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ കുറച്ച് നാൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. എവിടെയാണ് ദൈവം വസിക്കുന്നത്? ഹൃദയത്തിൽ. ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ രൂപം സ്നേഹമാകുന്നു. അതാണ് ബ്രദർ ആദ്യം പറഞ്ഞത്, ദൈവം സ്നേഹമാകുന്നു. കാരണം നമ്മൾ പറയുന്നതിലൊക്കെ സത്യം, ന്യായം, നീതി വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ അത് അനുഭവിച്ചറിഞ്ഞിട്ട് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും. അപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ ദൈവത്തിൻ്റെ രൂപം, ദൈവത്തിൻ്റെ സാന്നിധ്യം, അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ദൈവം എവിടെ വസിക്കുന്നു? നമ്മുടെ ഏത് രൂപത്തിലാണ് ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ മക്കളോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രധാനമായിട്ടും ബ്രദറിൻ്റെ ഈ യൂട്യൂബ് ചാനൽ സ്പിരിച്വൽ ചാനലാണ്. ഇതെല്ലാ ജാതി മതസ്ഥർക്കും ഉള്ളതാണ്. അല്ലാതെ ഇന്ന വിഭാഗം ഇങ്ങനെയുള്ള കോമൺലിയാണ് ബ്രദറിൻ്റെ എല്ലാ കാര്യങ്ങളും. കാരണം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, ഞാനും സ്നേഹിക്കുന്നു. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അത് തീർച്ചയായിട്ടും സത്യമാണല്ലോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ബ്രദറിൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എന്താണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? പരിശുദ്ധ അമ്മ 33, പരിശുദ്ധ അമ്മ 33, പരിശുദ്ധ അമ്മ 33. അപ്പോൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തിരുക്കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ കാണാം. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു റിക്വസ്റ്റ്, നിങ്ങളൊന്ന് ജസ്റ്റ് ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. അത് റിക്വസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ബ്രദറിൻ്റെ യാത്ര. ഒരു പ്രതീക്ഷയുമില്ല ദൈവത്തിലാണ്. നിങ്ങളുടെ എൻ്റെയൊക്കെ കാര്യം മനുഷ്യൻ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴോ വീണു പോകും. നമ്മൾ ആഗ്രഹിച്ച് ചിലപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ വിഷമം വരും. പക്ഷെ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് വേണ്ടതൊക്കെ അവിടുന്ന് തക്ക സമയത്ത് ഒരുക്കി തരുമെന്ന് ഞാൻ ഹൃദയം തൊട്ട് നിങ്ങളോട് എല്ലാവരോടും പറയുന്നു. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പരിശുദ്ധ അമ്മ 33, പരിശുദ്ധ അമ്മ 33 തിരുകുടുംബത്തിൻ്റെ ഫോട്ടോയാണ്, പ്രൊഫൈൽ ഫോട്ടോ. കാരണം ദൈവത്തിന് അർപ്പിച്ചതാണ് എല്ലാം. അത് ദൈവത്തിൻ്റെതാകുന്നു. ഞാനതിൻ്റെ ഒരു ഉപകരണം മാത്രമാകുന്നു. അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് അതിൽ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്നാണ്. സബ്സ്ക്രൈബ് എന്ന് വെച്ചിട്ട് കാര്യങ്ങൾ സബ്സ്ക്രൈബ് എന്ന് കണ്ടാൽ സബ്സ്ക്രൈബ്. പിന്നെ അത് ബ്രദർ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എല്ലാവരോടും
ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന ആത്മീയ നോളജ്, എനിക്കറിയുന്ന, ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് സന്ദേശങ്ങൾ, 1000കണക്കിന് മെസ്സേജുകൾ നിങ്ങൾക്ക് തരാനുണ്ട്. തീർച്ചയായിട്ടും ഓരോ ഘട്ടങ്ങളായിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം നാച്ചുറൽ ആയിരിക്കും, 100% ജെന്യൂൻ ആയിരിക്കും, സത്യസന്ധമായിരിക്കും എന്ന് ഞാൻ ഹൃദയത്തൊട്ട് ഉറപ്പ് പറയുന്നു. അതിലൊരു എക്സ്ക്യൂസും ഇല്ല. കാരണം ഈ ചാനലിൽ എല്ലാം ജെന്യൂൻ ആയിരിക്കും, 100% റിയാലിറ്റി ആയിരിക്കും. അനുഭവ സത്യം, ചെയ്യുന്ന കാര്യങ്ങൾ, അനുഭവിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ദൈവിക സാന്നിധ്യം, ഇതിനെക്കുറിച്ചും കുടുംബജീവനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ഘട്ടങ്ങളായിട്ട് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ചാനലിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ സുപ്രഭാതം ദൈവം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവസാനമായി ഒന്നുകൂടി ഞാൻ പറയുന്നു, എന്താണ് ദൈവം? ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ദൈവം സ്നേഹമാകുന്നു. പിന്നെ ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കാൻ നമുക്ക് എത്ര ജന്മം എടുത്താലും മതിയാകത്തില്ല. അത്രത്തോളം ഉണ്ട്, അത്രത്തോളം. പക്ഷേ എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷപ്രദമായി തീരട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിലേക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള ഒരു കൃപ ദൈവം തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു ഫോർ ഓൾ എവരിവൺ, എല്ലാ ലോകരാജ്യ